ഗ്രാമീണ ആവാസ കേന്ദ്രങ്ങൾ, ഗ്രാമീണ കാർഷിക വിപണന കേന്ദ്രങ്ങളുമായി, ഹയർ സെക്കൻഡറി സ്കൂളുകളുമായി, ആശുപത്രികളുമായി ബന്ധപ്പെടുത്തുന്ന നിലവിലെ ത്രൂ റൂട്ടുകൾ, അതായത് മേജർ ലിങ്കുകൾ ലക്ഷ്യമിടുന്നു. ത്രൂ റൂട്ടുകൾ, മേജർ ലിങ്കുകൾ എന്നിവ ഉൾപ്പെടുത്തി ജില്ലയിൽ തയ്യാറാക്കുന്ന ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിൽ നിന്ന് പദ്ധതി മാർഗരേഖകൾ നിഷ്കർഷിക്കുന്ന വിധം മുൻഗണന നൽകി തെരഞ്ഞെടുക്കുന്ന റോഡുകളാണ് നമ്മൾ PMGSY 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ PMGSY 3 2020-21 വർഷത്തിൽ അനുവദിച്ച പ്രവൃത്തികളിൽ ചമ്പക്കുളം ബ്ലോക്കിലെ 178 എന്ന പാക്കേജ് പാലത്തിക്കാട് ക്ഷേത്രം ജ്യോതി ജംഗ്ഷൻ കവലക്കൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. 4.11 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ റോഡ് ചമ്പക്കുളം ബ്ലോക്കിലെ പൊങ്ങ സൊസൈറ്റി, ചെമ്പുംപുറം, പൊങ്ങ സൗത്ത് എന്ന ഹാബിറ്റേഷനുകളിലൂടെയാണ് ബന്ധിപ്പിക്കുന്നത്. ബഹുമാനായ അധ്യക്ഷൻ, കുട്ടനാടിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ തോമസ് കെ തോമസ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസ കല്ലുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി മന്മഥൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിനാവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, അതിനൊക്കെ ഉപരിയായി ഇതിന്റെ റേറ്റ് റിവൈസ് ചെയ്തവരും പറഞ്ഞു, അതിന് മുമ്പുള്ള പഴയ റേറ്റ്, ഈ റേറ്റിൽ ചെയ്താൽ വലിയ നഷ്ടം അവർക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് അവർ പിന്മാറി. മറ്റൊരു കോൺട്രാക്ടറും ഇങ്ങോട്ട് വരാനേ തയ്യാറായില്ല. ഇവർ വന്നെങ്കിലും നോക്കാൻ തയ്യാറായി. അവസാനം ഈ റേറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ, മണ്ണിന്റെ വിലയും പാറയുടെ വിലയും മറ്റ് മെറ്റീരിയൽസ് വിലയും എല്ലാം കൂടി കണക്കിലെടുത്ത്, GST ഉൾപ്പെടെ കണക്കിലെടുത്ത് ഈ റേറ്റ് റിവൈസ് ചെയ്ത് ഈ റോഡ് വീണ്ടും ടെൻഡർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുണ്ട്, AXE ഉണ്ട്, മറ്റേ KSSRDA കേരള സ്റ്റേറ്റ് റോഡ് ഇതിന്റെ ഒരു ഏജൻസി, സംസ്ഥാന ഗവൺമെന്റ് ഏജൻസിയാണ് KSRRDA. അവരാണ് ഈ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി ഡൽഹിക്ക് അയക്കുന്നത്, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ. അവിടെ നിന്നാണ് ഇതിന്റെ അപ്രൂവൽ കിട്ടിയത്. പലവട്ടം പല കാരണങ്ങൾ കൊണ്ട് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി കിട്ടാതെ പോയതാണ്. പിന്നീട് ഒരു റോഡിന് വേണ്ടി മാത്രം എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാനോ കൂടുതൽ ഫണ്ട് അനുവദിക്കാനോ പറ്റില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം PMGSY റോഡ് പലപ്പോഴും ആപ്ലിക്കബിൾ ആവില്ല. കാരണം ഉത്തരേന്ത്യയിലെ റോഡുകളും അല്ലെങ്കിൽ കേരളം വിട്ടാലുള്ള ഗ്രാമീണ റോഡുകളും നമ്മുടെ ഗ്രാമീണ റോഡുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PMGSYയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളെയും ആവാസ കേന്ദ്രങ്ങളെയും ഒക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിപ്പോൾ വിജയിച്ചിരിക്കുന്നു. ഈ വിജയം തീർച്ചയായും നമ്മുടെ നാടിന്റെ വിജയമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ആരുമില്ല, എല്ലാവർക്കും വേണ്ടിയാണ്, നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഉള്ള റോഡാണ്. ആ ഒരു സ്പിരിറ്റിൽ നമ്മളെല്ലാവരും ഇതിൽ സഹകരിച്ച് ഈ റോഡ് കൃത്യസമയത്തിന് ഇവിടെ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ഞാൻ നിങ്ങളോട് സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട എഞ്ചിനീയർമാരെ അവരെ എല്ലാ ദിവസവും ഫോണിൽ വിളിച്ച് വഴക്ക് പറയാണ്. ഞങ്ങളെ വഴക്ക് പറയുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഇവരോടാണ് വഴക്ക് പറയുന്നത്. കാരണം
ഓരോ 3 മാസവും കളക്ടറേറ്റില് നമ്മൾ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ നടത്താറുണ്ട്. ആ റിവ്യൂ മീറ്റിംഗ് വരുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാവം എന്നിട്ട് പറയും സാറേ 3 മാസം കൊണ്ട് തീർക്കും, 4 മാസം കൊണ്ട് തീർക്കും എന്നാൽ പറയും 3 മാസം കൊണ്ട് തീരത്തേയില്ല. അടുത്ത റിവ്യൂ അവലോകന മീറ്റിംഗിൽ ഇത് തന്നെ പറയും. അത് വീണ്ടും അടുത്തത് പറയുമ്പോൾ ഇത് തന്നെ പറയും. അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇവിടെ പരാതി പറയുന്നതും അതൊക്കെ ഞങ്ങൾ ആ ദേഷ്യമൊക്കെ തീർക്കുന്ന ആരോടാ? ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ അവരുടെ പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദി ഈ നാടിന് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ ശ്രീ മനോജ് പറയാത്ത ഒരു പ്രാവശ്യം ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വട്ടം കാൽ വിളിച്ചു, വീട്ടിൽ ചെന്നു, പലവട്ടം ചെന്നു, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് എടുക്ക്, നഷ്ടമാണെങ്കിൽ നമുക്കത് മേക്ക് ചെയ്യും. പക്ഷെ അവര് ചെറിയ നഷ്ടങ്ങളാണെങ്കിൽ അവർക്ക് അത് എടുക്കാൻ പറ്റും. ഹ്യൂജായി വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു വർക്ക് എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ആരും തയ്യാറാവില്ല. അതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് വന്നപ്പോൾ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പ്രദേശത്തൂടെ വരുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ വളരെ കാര്യക്ഷമമായി ആവശ്യപ്പെട്ട, അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ റോഡിന്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ റോഡിൽ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ തന്നെ അവിടെ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടിയിലാണ് ഇങ്ങോട്ട് പോകുന്നത്. കാരണം നമുക്കൊരു സ്കൂട്ടറിൽ പോലും ഇതിൽ യാത്ര ചെയ്യാൻ പാടാണ്, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ അതിലും പാടാണ്. അതുപോലെ ഇത്രയധികം ദുരിതപൂർണമായ ഒരു യാത്ര സമ്മാനിക്കുന്ന ഒരു റോഡ് ഏറ്റവും വളരെ നാൾ മുമ്പ് പൂർത്തീകരിച്ച റോഡാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തിയ ബഹുമാനപ്പെട്ട MP അദ്ദേഹത്തിന്റെ ഒരുപാട് യാതനകൾ